കണ്ണൂർ പെരിങ്ങോമിന് സമീപം മലയോര മേഖലയായ വെള്ളോറ എന്ന പ്രദേശം. റബ്ബറും മറ്റ് കൃഷികളുമുള്ള ഇവിടെ വന്യജീവി ആക്രമണം പതിവാണ്. അതിനാൽ തന്നെ നാട്ടുകാർ പന്നിയെ പിടിക്കാൻ ഇടയ്ക്ക് നായാട്ടിനിറങ്ങും. അർദ്ധരാത്രിയിലും പുലർച്ചെയും ചിലപ്പോൾ വെടിയൊച്ച കേൾക്കാറുണ്ട്. കഴിഞ്ഞ പുലർച്ചെയും വലിയൊരു ശബ്ദം കേട്ടു. രാവിലെ നാട്ടുകാർ റബ്ബർ തോട്ടത്തിൽ എത്തി നോക്കിയപ്പോൾ ഒരു യുവാവ് കൊല്ലപ്പെട്ട നിലയിൽ. നായാട്ടിനിടെ അബദ്ധത്തിൽ വെടിയേറ്റാണ് നെല്ലംകുഴി സ്വദേശി സിജോ മരിച്ചത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സ്ഥലത്ത് ഇതിനു മുൻപും വൻതോതിൽ മൃഗവേട്ട നടക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. പുലർച്ചെ 5 മണിയോടെ കണ്ണൂർ പെരിങ്ങോം വെള്ളോറയിലായിരുന്നു സംഭവം. എടക്കോത്തെ നെല്ലംകുഴിയിൽ സിജോയാണ് മരിച്ചത്. കാട്ടുപന്നിയെ നായാടാനുള്ള ശ്രമത്തിനിടെ അബദ്ധത്തിൽ വെടിയേറ്റെന്നാണ് നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് ഷൈനിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെഞ്ചിന് വെടിയേറ്റ നിലയിൽ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് സിജോയുടെ മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ നടത്തിയ തെരച്ചിലിൽ നാടൻ തോക്കുകൾ കണ്ടെത്തി. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലം സന്ദർശിച്ചു. സംഭവത്തെക്കുറിച്ച് പെരിങ്ങോം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പന്നിയെ വെടിവെക്കാനുള്ള ശ്രമത്തിനിടെ സ്വയം വെടിയേറ്റതാണെന്നാണ് നിഗമനമെങ്കിലും കസ്റ്റഡിയിലുള്ള ഷൈനിനെ വിശദമായി ചോദ്യം ചെയ്യും. സ്ഥലത്ത് ഇതിനു മുൻപും വൻതോതിൽ മൃഗവേട്ട നടക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഇതേക്കുറിച്ച് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അന്വേഷണം നടത്തുന്നതിനിടെയാണ് നായാട്ടു സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെടുന്നത്. പിടിച്ചെടുത്ത നാടൻ തോക്കുകളെക്കുറിച്ച് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വിശദമായ അന്വേഷണം നടത്തും. നായാട്ടു സംഘങ്ങൾക്ക് തോക്കെത്തിക്കുന്ന സംഘം പ്രദേശം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും അന്വേഷിക്കും. ന്യൂസ് 18 കണ്ണൂർ.